നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് അദീബ് ടീച്ചറെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കഥ പറയാനായിട്ട് ഒരു ചാനലാണ് തുടങ്ങിയത്. പക്ഷേ മറ്റു പല കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് പല ടോപ്പിക്കുകൾ ഇതിനുള്ളിലേക്ക് കടന്നുകൂടിയത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മോറൽ സ്റ്റോറി പറയുകയാണെങ്കിൽ അതിൽ ഉള്ള ഒരു ഗുണപാഠം ഒരാൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റും. പക്ഷേ ഇവിടെയും പലപ്പോഴും മോറലായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കാണുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ടോപ്പിക്ക് കുറച്ച് മാറ്റിയെടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ടീച്ചറെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടീച്ചർമാരും കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് എന്നെ ആദ്യം പഠിപ്പിക്കാൻ വന്ന ലക്ഷ്മി ടീച്ചറായിരുന്നു. പിന്നീട് എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു ടീച്ചർ, വളരെ നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുത്തു തന്നത് രമ ടീച്ചറായിരുന്നു. ശ്യാമക ടീച്ചർ, അജയൻ സാർ, അങ്ങനെ പലരും പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. പിന്നെ UP സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അപ്പുക്കുട്ടൻ സാറ്, ആ സാറിൻ്റെ ക്ലാസ് ഇംഗ്ലീഷായിരുന്നു പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഇംഗ്ലീഷൊന്നും അത്രയ്ക്ക് അറിയില്ലായിരുന്നെങ്കിൽ കൂടെ സാറിൻ്റെ ക്ലാസ് ഞങ്ങൾ മിസ് ചെയ്യാറില്ലായിരുന്നു. അത്ര വളരെ രസകരവും നല്ല ഭംഗിയായിട്ടും സാറ് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ മിക്കവാറും എല്ലാ ടീച്ചർമാരും തന്നെ, അതായത് ചിലർ ക്ലാസ് എടുക്കുന്നത് ബോറിംഗ് ആയിരുന്നെങ്കിൽ കൂടെ അവർക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ടീച്ചർമാരെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ വന്നപ്പോൾ ജോർജ് സാറ്, ശശീന്ദ്രൻ സാറ്, അതേപോലെ തന്നെ മുരളി സാറ്, കണക്ക് പഠിക്കുന്ന മുരളി സാറ്, പിന്നെ സുജാത ടീച്ചർ, റഷീദ് സാറ്, ഇങ്ങനെ മറ്റു പലരും വരികയുണ്ടായി. ഇവരൊക്കെ ഈ വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തരികയും അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു സാറിനെ കൂടെ പറ്റിയാണ്. ആ സാറിൻ്റെ പേര് കരുണാകരൻ എന്നായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് മലയാളം ക്ലാസ് എടുക്കുന്ന സാറായിരുന്നു. അദ്ദേഹത്തെ കാണാൻ ഇച്ചിരി പൊക്കം കുറവൊക്കെയാണ്, തടിച്ച് കൊമ്പം മീശയൊക്കെ ആയിട്ടുള്ള ഒരു സാറാണ്. ആ സാറിനെ കളിപ്പേരായിട്ട് പിള്ളേർ മാവേലി സാർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് മലയാളം ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. പക്ഷേ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് സാറിൻ്റെ മലയാളത്തിലുള്ള പാണ്ഡിത്യവും ക്ലാസ് എടുക്കാനുള്ള കഴിവിനെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്നത്. സാറ് ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി പോലും മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കില്ല. സാറിൻ്റെ ക്ലാസ് അത്രയ്ക്ക് മനോഹരമായിരുന്നു, അത്ര ഭംഗിയായിട്ട്. ഇപ്പോൾ ഒരു പോയമൊക്കെ ചൊല്ലുകയാണെങ്കിൽ അത് നമ്മൾ കേട്ടിരുന്നു പോകും. അതുമാത്രമല്ല, അത് സാറ് ക്ലാസ് എടുക്കുന്നത് ഒരു സിനിമ കാണുന്ന എഫക്റ്റായിരുന്നു. അത്ര ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അദ്ദേഹം മലയാളം ക്ലാസ് എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് അല്ല, മലയാളം സെക്കൻഡ് ധർമ്മരാജ എന്ന നോവലായിരുന്നു. എത്ര ഭംഗിയായിട്ടാണ് സാർ ആ നോവൽ പ്രസൻറ്റ് ചെയ്തതെന്ന് അറിയാമോ? അത് അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നോവൽ അത്ര ഭംഗിയായിട്ട് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആരൊക്കെ അതിലെ ക്യാരക്ടർ ആകണം എന്ന രീതിയിൽ വരെ സാറ് പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കരുണാകരൻ സാർ. പിന്നെ +1 +2 ഞങ്ങൾ പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരുപാട് സാറാണ്. ഫിസിക്സ് പഠിപ്പിക്കുന്ന ചോട്ടു സാറ്, അതേപോലെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന അലക്സാണ്ടർ സാർ, ഇത്ര മനോഹരമായിട്ടാണ് സാറ് ക്ലാസ് എടുത്തിരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രാവീണ്യമുള്ളവരായിരുന്നു. വഴക്ക് പറയുമെങ്കിലും വളരെ ഭംഗിയായിട്ട് മാത്സൊക്കെ എടുത്തിരുന്ന സാറുമാരുണ്ടായിരുന്നു. അവരൊക്കെ കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർമാർ വളരെ ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ കുരുതക്കേടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ടീച്ചർമാർ നമ്മളെ നന്നായിട്ട് ഉപദേശിക്കുകയും നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യാറ്. അത് കഴിഞ്ഞ് എൻജിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് ഒരുപാട്
ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാർമാരുടെ കീഴിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തു പറയേണ്ട സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടരാജൻ സാറായിരുന്നു. ഞങ്ങളുടെ HOD ആയിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ എടുത്ത ക്ലാസ്സുകളെക്കുറിച്ച് ഇപ്പോൾ പോലും എനിക്ക് ഓർക്കുമ്പോൾ പോലും ത്രില്ലടിക്കാറുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പക്ഷേ നടരാജൻ സാർ ക്ലാസ്സിൽ വന്നാൽ അദ്ദേഹം ഒരു കാൽക്കുലേറ്റർ ഒന്നും കൊണ്ടുവരില്ല. സാധാരണ ചോക്കും കൊണ്ടുവന്ന് അദ്ദേഹം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് എല്ലാം ബോർഡിൽ വരച്ചിട്ട് സിമ്പിളായിട്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുമായിരുന്നു. ഇത് കണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കോപ്പി ചെയ്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ തന്നെ ഇങ്ങനത്തെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പല പല സാറുമാരുടെ കീഴ്, അത്രയ്ക്കും ക്വാളിറ്റിയുള്ള സാറുമാരുടെ കീഴ് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ദീപ നിശാന്ത് ടീച്ചറെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് അവർ പഠിപ്പിക്കുന്ന കുട്ടികളെ ഓർത്ത് വളരെ ദുഃഖം തോന്നുകയാണ്. പല ടീച്ചർമാർക്കും ചിലപ്പോൾ ക്ലാസ്സുകളൊന്നും വളരെ ഭംഗിയായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കൊരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ ഒരുപാട് ഇൻഫ്ലുവൻസ് നമ്മളെ ചെയ്യുന്നുണ്ട്. അതായത് ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിത്വം നല്ലതല്ലാത്തൊരു വ്യക്തിത്വമാണെങ്കിൽ ആ കുട്ടികളും ഇത് ഓക്കെയാണ് എന്നൊരു രീതിയിലേക്കല്ലേ വരിക എന്നതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വിഷമം. ഇപ്പോൾ തന്നെ എത്രയോ കോൺട്രവേഴ്സിയിൽ അവർ വന്നിട്ടുണ്ട്. അവർ ആദ്യം തന്നെ മറ്റാരുടെയോ കവിത കോപ്പി അടിച്ച് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1000 നുണകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾ അവരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ഓക്കെയാണ് എന്നല്ലേ അവർക്ക് തോന്നുക. അതിന് പകരം അന്ന് അവർ കോപ്പി അടിച്ച സമയത്ത് ശരി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെ നല്ലൊരു എക്സാമ്പിൾ ആ കുട്ടികളുടെ മുമ്പിൽ അവർക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ആയിരിക്കണം ഒരു ടീച്ചർ, തെറ്റ് ചിലപ്പോൾ പറ്റിപ്പോവും, അതിന് അവർ ക്ഷമ ചോദിച്ചിരിക്കുന്നു, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല കാണാൻ കഴിയുന്നത്. അവർ തൻ്റെ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതൊരു ടീച്ചറായിരുന്നിട്ട് അവർ ചെയ്യുന്നത് വളരെ മോശമാണ്. ഇതൊന്നും അല്ല ഒരു ഗുരു അല്ലെങ്കിൽ ടീച്ചർ ചെയ്യേണ്ടത് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആളുകളും അതേപോലെ സ്റ്റുഡൻസും നിങ്ങൾ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും കോപ്പി ചെയ്യാൻ ശ്രമിക്കാതിരിക്കും. തെറ്റുകളൊക്കെ മനുഷ്യ സഹജമാണ്. പലരും പല തെറ്റുകളും ചെയ്യും. പക്ഷേ ഒരു ഗുരു എന്ന നിലയിൽ അവരുടെ പ്രൊഫഷൻ അങ്ങനെ ആയിരിക്കുമ്പോൾ അവരിങ്ങനത്തെ പിടിപ്പേടുകൾ കാണിക്കുന്നത് വളരെ മോശമാണ്. അത് ആത്മാർത്ഥമായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ കോപ്പി അടിച്ചത് RSSൻ്റെ ഗണഗീതമാണ്. ഈ ഗണഗീതം ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല രസമുള്ള, കേൾക്കാൻ നല്ല ഭംഗിയുള്ള അതാണ് ഈ ഗണഗീതം. അപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ടീച്ചർ കോപ്പി അടിച്ചത്. പക്ഷേ ഇനിയെങ്കിലും ടീച്ചറെ ഇങ്ങനത്തെ കോപ്പിയടികളൊക്കെ നിർത്തും. അത് ടീച്ചറോട് പറയാനുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാനുള്ള നമ്മളോട് എല്ലാവരോടുമാണ്. ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും അവരെ പിന്താങ്ങുകയും ചെയ്യുന്നവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പണിഷ് ചെയ്യേണ്ടത്. ഓർത്തു നോക്കൂ, ഒരു പാർട്ടിയുടെ ഫുൾ സപ്പോർട്ട് അവിടെ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ പാർട്ടിയിലാണ് മൂല്യച്യുതി സംഭവിക്കുന്നത്. ഇങ്ങനെ ആകേണ്ട ഒരു പാർട്ടിയല്ല ഈ പാർട്ടിയെന്നും ഈ പാർട്ടിയിൽ നല്ല നല്ല ആൾക്കാരെയാണ് നിങ്ങൾ ഉയർത്തി കാണിക്കേണ്ടതും എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാൻ തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കഴിവുള്ള വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യും. ക്വാളിറ്റിയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പാർട്ടിയുടെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവുകയും ഈ പാർട്ടിക്ക് കൂടുതൽ നിലനിൽക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഒന്നും നോക്കും, BJP എന്താണ് ചെയ്യുന്നതെന്ന് നോക്കും. അവർ ജയശങ്കറെ വിദേശകാര്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തു. അതുപോലെ ദ്രൗപദി മുർമുവിനെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തു. ഡോവലിനെ
അദ്ദേഹത്തിന് സ്യൂട്ടബിളായ ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയല്ലേ, ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ചില ഏരിയകളിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമ്മൾ കണ്ടായിരുന്നു വാഴക്കൊലയെ പറ്റിയുള്ള വിവാദം. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോപ്പി അടിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? വേറെ എത്രയോ കഴിവുള്ളവരുണ്ടല്ലോ, അവരെയൊക്കെ പൊക്കിക്കൊണ്ടുവരാമല്ലോ. ഓർത്ത് നോക്കൂ, സുനിൽ പി ഇളയിടത്തെ പറ്റി പറയുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ചുമക്കുന്നത്? ഇങ്ങനെയുള്ള ചുമക്കൽ നിർത്തിയിട്ട് ക്വാളിറ്റിയുള്ള ആളുകളെ സാവധാനം പൊക്കിക്കൊണ്ടുവരും. അപ്പോൾ പാർട്ടിക്ക് ഇനിയും വാല്യൂ കൂടും. ആളുകൾ നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരുടെ സപ്പോർട്ട് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, സാധാരണക്കാരുടെ സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ ഏത് പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ സാധാരണക്കാരുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് പാർട്ടിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യം പറയാൻ ശ്രമിക്കുകയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ പാർട്ടി സപ്പോർട്ട് ചെയ്യാതിരിക്കണം. ഇപ്പോൾ ആര്യരാജേന്ദ്രൻ്റെ കാര്യം നോക്കും. അവർ എത്രത്തോളം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് പാർട്ടി എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ജനങ്ങൾ കുറേശ്ശെ പാർട്ടിയിൽ നിന്ന് അകന്നു പോകും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതിനു മുമ്പ് ടീച്ചർ ഒരു നല്ല എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കുന്ന രീതിയിൽ അവർ ചെയ്യുന്ന അവരുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒരു മലയാളം ടീച്ചർ എന്ന രീതിയിൽ അവർ കഥ എഴുതുക, കവിത എഴുതുകയാണെങ്കിൽ അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ആർക്കും കഥയും കവിതയൊക്കെ എഴുതാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ കൂടെ ചെറിയ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, ചെറിയ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആർക്കും ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അതിന് കോപ്പി അടിക്കണം നിർബന്ധമല്ല. പേഴ്സണൽ ജീവിതത്തിൽ എങ്ങനെ തന്നെ ആയിരുന്നാലും അവരുടെ ആ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് കുട്ടികളും ഒരുപാട് ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്രദവും ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.